ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് നമുക്കൊരു ക്ലീനിങ് വ്ളോഗാണ്. അപ്പോൾ അതാ കാലത്ത് എഴുന്നേറ്റു, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വിൻ്ററായ കാരണം നല്ല രസം. കാലത്ത് എഴുന്നേറ്റ് ഒരു 7 മണിയൊക്കെ ആവും കേട്ടോ. നമുക്ക് സൺറൈസിൻ്റെ ടൈം 6:58 ആണ്ടാണ്. അപ്പോൾ ആ ടൈം വരെ നല്ല രസമാണ്, ഇങ്ങനെ ഇരുട്ട് പോലെയൊക്കെയാണ്. അങ്ങനെ മുന്നേ സ്കൂളിലൊക്കെ പോയി. പിന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി ഇന്ന് പഴം പുഴുങ്ങിയതായിരുന്നു. അത് ബെല്ലിട്ടിട്ട് പഴം പുഴുങ്ങി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ആ ഒരു ബെല്ലൻ്റെ പാവുണ്ടല്ലോ, ആ പാവിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതേപോലെ ഇഷ്ടമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ ആദ്യം ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമായിരുന്നു. അപ്പം മുന്നേ ആദ്യം പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ നിന്നത്. അങ്ങനെ എന്താ പറയുക, ആദ്യം ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലീനിങ്ങിന് തുടങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു മൂലകൾക്ക് മുന്നോടെ ടേബിൾ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ് സ്റ്റഡി ടേബിൾ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിനി മുന്നോടെ ടേബിൾ ആ ഒരു ഭാഗത്തേക്ക് ഇടണം. ഇടയ്ക്കൊക്കെ ഇതേപോലെ നമ്മൾ എന്താ പറയുക, സ്റ്റഡി ടേബിൾ ആണെങ്കിലും അതേപോലെ ബെഡ് ആണെങ്കിലും നമ്മളിങ്ങനെ മാറ്റി മാറ്റി പ്ലേസ് ഇങ്ങനെ മാറ്റിയിടുമ്പോൾ നമുക്കൊരു മൈൻഡ് ഒരു റിഫ്രഷിങ് ആണ് കേട്ടോ. അതിപ്പോൾ ഒരു മാസം 2 മാസം കൂടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയൊക്കെ നമുക്കൊരു ഭയങ്കര, നമ്മളെന്നും കിടക്കണ ആ ഒരു ഭാഗത്തുനിന്ന് ഒന്ന് മാറിക്കിടക്കുമ്പോൾ നല്ല രസമാണ്. ഒരു പ്രത്യേക നമുക്കിപ്പോൾ റൂമിലേക്ക് കയറി വരുമ്പോഴാണെങ്കിലും ഒരു പുതിയൊരു ഫീലിംഗ് ആണ് കേട്ടോ നമുക്ക് തോന്നുക. അപ്പോൾ പിന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ക്ലീനിങ്ങിന് നിന്ന് ഒന്ന് വാക്യൂം ചെയ്യാനും അങ്ങനെയൊക്കെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിൻഡോ ഉണ്ട്, ആ ഭാഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വിൻഡോയുടെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് റൂമിലേക്ക് ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് വരുന്നത് ഇതിൻ്റെ മിറർ ഒരു യെല്ലോ ടോണാണ് കേട്ടോ. ആദ്യമേ ഗ്ലെയർ ഉള്ളത് അതാണ്. നമുക്ക് ആ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ നമ്മളെ റൂമിലേക്കും ആ ഒരു യെല്ലോ ഷെയ്ഡാണ് വരിക. അത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ യെല്ലോ ഷെയ്ഡിൽ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. നമുക്ക് ലിവിങ് ഏരിയയിൽ ആ ഒരു സംഭവമല്ല, റൂമിൽ കുറച്ചിങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡാണ്. നമുക്കിങ്ങനെ വീഡിയോ ഗ്ലാസ്സിൽ നോക്കിയെടുക്കുമ്പോൾ കാണില്ല, പക്ഷെ നമുക്ക് വെയിലടിക്കുമ്പോൾ ഉണ്ടല്ലോ റൂമിങ്ങനെ യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ റൂമ് കാണാൻ. അങ്ങനെ റൂമിൽ മൊത്തത്തിലുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ ആയിണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ ബെഡ്ഷീറ്റും അങ്ങനെ മാറ്റിയിട്ടില്ലാണ്. നമ്മൾ റൂമിൽ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അത് 1 month ഒന്നും ബെഡ്ഷീറ്റ് അങ്ങനെ ഇടരുത്. ഒന്നെങ്കിൽ ഒരു 1 week അല്ലെങ്കിൽ 2 week, 1 week പറ്റിയില്ലെങ്കിൽ 2 week കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു എനർജി ഫീലിംഗ് ഉണ്ടാവില്ല, ഒരു ഹാപ്പിനെസ്സാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു മുഷിഞ്ഞ പോലെയല്ലേ നമുക്ക് ഈ ബെഡ്ഷീറ്റ് കിടക്കുക. ബെഡ്ഷീറ്റ് നമ്മളിങ്ങനെ ആഴ്ചയിൽ മാറ്റുകയാണെങ്കിൽ
ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ആ റൂമിലുണ്ടാവുക. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഈ പെർഫ്യൂമൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ആഴ്ച ഉണ്ടല്ലോ നല്ല ഒരു എനർജിയാണ് കേട്ടോ, നമുക്ക് പോസിറ്റീവ് എനർജിയും ഒരു ഹാപ്പിനെസ്സും ആണ് കേട്ടോ. നമുക്ക് റൂമിൽ കയറി കഴിഞ്ഞാൽ അതിപ്പോൾ റൂമിലെന്നല്ല, വീട് എപ്പോഴാണെങ്കിലും നല്ല വൃത്തിയിൽ ആഴ്ചയിൽ തന്നെ ഫുൾ ഡീപ്പ് ക്ലീനിങ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ മൂഡ് ഓഫ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. നമ്മൾ ക്ലീനിങ് ചെയ്യാൻ തന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്. ക്ലീനിങ് കഴിഞ്ഞാൽ കാണുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് ക്ലീനിങ് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് അത്രേ ബെഡ്ഷീറ്റ് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്മെല്ല് വരുവാനും മുഷിഞ്ഞ് ഇങ്ങനെ കാണുമ്പോഴും ഒക്കെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ ഒന്നുകിൽ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിൻ്റെ ഉള്ളിൽ ബെഡ്ഷീറ്റുകൾ മാറ്റണം കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റ് മാറുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ചയാണ് കേട്ടോ. പിറ്റേ ദിവസം വെള്ളിയാഴ്ച കാരണം ഒരു സന്തോഷമാണ്. വ്യാഴാഴ്ച ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുമായും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ലൊരു മനസ്സിനൊരു നല്ല ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, ഒരു പെർഫ്യൂമൊക്കെ ഒന്ന് എടുത്തിട്ട് ആ ബെഡ്ഷീറ്റിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാ. റൂം ഫ്രഷ്നറിനേക്കാളും കൂടുതൽ പെർഫ്യൂമാണ് കേട്ടോ കൂടുതൽ നിൽക്കുന്നത്. അതിപ്പോൾ അത്ര വലിയ ബ്രാൻഡ് പെർഫ്യൂംസ് ഒന്നല്ല, ലോക്കൽ പെർഫ്യൂംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അടിക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ പെർഫ്യൂംസ് അടിച്ച് റൂമിൽ നിന്ന് പോവുകയാണെങ്കിലും കുറേ ടൈം ആ റൂമിൽ സ്മെല്ല് നിൽക്കും. അപ്പോൾ അതേപോലെ നമ്മൾ ബെഡ്ഷീറ്റിൽ അടിച്ചിടുക, അതേപോലെ കർട്ടനൊക്കെ അടിച്ചിടുമെങ്കിൽ കുറേ ടൈം ഇങ്ങനെ നിൽക്കൂട്ടാ. അപ്പോൾ പിന്നെ ആ റൂമിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, ഉച്ചക്കൽക്കുള്ള ഒരു പരിപാടിയൊക്കെ ഒന്നാണ്ട് കഴിച്ചു വെച്ചു. മീൻ പൊരിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പരിപാടികൾ കഴിച്ചു ചെയ്തത്. കാരണം നെത്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അവിടുന്ന് ക്ലീൻ ചെയ്ത് കിട്ടില്ല, ചെറിയ മീനുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ അത് ക്ലീനിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട് കായൊക്കെ പരട്ടി വെച്ച് അങ്ങനെ ഉച്ചക്കുള്ള ഫുഡിൻ്റെ പരിപാടിയൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ലിവിങ് റൂമൊക്കെ ഒന്ന് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇതേപോലെ ഡൈനിങ് ടേബിളിന് ഇങ്ങനെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടല്ലോ അത് ഇടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള ഡൈനിങ് ഇട്ടിട്ടുള്ള ഒരു സംഭവങ്ങൾ കാണുകയും ചെയ്യും. മാത്രമല്ല അങ്ങനത്തെ ഒരു ഷീറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോഴുള്ള മഞ്ഞളുടെ കറ ഉണ്ടല്ലോ, മഞ്ഞ കളറ്, അതിപ്പോൾ വൈറ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ. എന്തൊരു സംഭവങ്ങൾ വാങ്ങിക്കണമെങ്കിലും വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ കളറും ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ വൈറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞളുടെ കറ ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ നമ്മളതിൽ നിന്നിട്ട് ക്ലീൻ ആക്കിയാൽ ആ കറൊക്കെ പോവുള്ളൂ. പിന്നെ പെട്ടെന്നാണെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് കേടായി പോവുകയും ചെയ്യും ടേബിളുകൾ. അപ്പം അതിന് നല്ലത് നമുക്ക് ഇതേപോലത്തെ ഒരു ഷീറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ ആ വെച്ചിട്ടുള്ള ടേബിളിൻ്റെ പ്ലേസ് മാറ്റുകൾ ഉണ്ടല്ലോ, ആ മാറ്റുകൾ കാണുകയും ചെയ്യും. കച്ചറാണെങ്കിൽ നമ്മൾ ആ ഒരു വൈറ്റുമ്മ കച്ചറായിട്ട് പിടിക്കും ചെയ്യൂല കേട്ടോ, കറ പോലെ ഇരിക്കും ചെയ്യൂല. നമുക്കത് മാത്രം ഒന്ന് മേലൊന്ന് തുടച്ചെടുത്താൽ മതി ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഇടുകയാണെങ്കിൽ. അപ്പോൾ ഇതാ നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഭാഗം ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ക്ലീനിങ്ങിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ നിപ്പിൽ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാട്ടോ പിന്നെ നിർത്തുള്ളൂ. കാരണം ഒന്നൊന്നായിട്ട് അങ്ങനെ ഒരു വേറെ ദിവസം ചെയ്യാനൊന്നും വെക്കില്ല. ക്ലീനിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആ ഒരു ദിവസം തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ എന്താ പറയുക, ലിവിങ് ഏരിയയും എല്ലാം ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കായം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മീനൊക്കെ ഒന്ന് പൊരിച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് വന്നു. അപ്പോൾ മീൻ പൊരിച്ചതിന് ശേഷം പിന്നെ അവിടെയൊക്കെ ഒന്ന് ഓയിൽ തെറിച്ചുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ കിച്ചണും ഒന്ന് ക്ലീൻ ആക്കി എടുത്ത്
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടാവും ചിലർക്കൊക്കെ ഇതേപോലെ കാണാൻ, ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെയും അങ്ങനത്തെ ഒക്കെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടാവും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലത്തെ വീഡിയോസുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. അങ്ങനെ പിന്നെ കിച്ചണിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഒന്ന് വാഷിങ്ങിനിട്ട് ഒക്കെ വാഷിങ്ങിനൊക്കെ ഇട്ടിട്ട് ബാക്കി വേറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും എല്ലാം ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.